വിൽസൺ. ഞാൻ കൊല്ലം ജില്ലയിലെ ആയൂരിൽ നിന്ന് വരുന്നു. ഞാനിവിടെ ആദ്യമായിട്ടൊന്ന് ഉടമ്പടി എടുക്കുന്നത് 2022 ഓഗസ്റ്റ് 23-ാം തീയതിയാണ്. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് വന്നപ്പോൾ എനിക്കങ്ങനെ അധികമായിട്ടൊന്നും വിശ്വാസം വന്നില്ല. കാര്യം നേരത്തെ തന്നെ എനിക്ക് മാതാവിൻ്റെ വിശ്വാസമുണ്ട്. പക്ഷേ എന്നെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചാലേ മാതാവ് കേൾക്കുന്നൊക്കെ ഉണ്ടോയെന്നൊക്കെ എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആദ്യത്തെ ഒരു ഉടമ്പടിയിൽ വെച്ചത് എനിക്ക് സംസാരിക്കാനുള്ള പ്രശ്നമൊന്നും മാറ്റിത്തരണമെന്നാണ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചത്. ഇപ്പോൾ സംസാരിക്കാനുള്ള പ്രശ്നം മാറ്റിയില്ലെങ്കിലും ഒരു 4 ആളുടെ മുന്നിൽ ഒന്ന് ഇറങ്ങി നിന്ന് നല്ല എന്താ പറയുക ഒരു നല്ല ആത്മധൈര്യത്തോടൊന്ന് സംസാരിക്കണമെന്നാണ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചത്. അങ്ങനെ ഞാനിവിടെ വന്ന് ഇങ്ങനെ ഉടമ്പടി എടുത്തപ്പോൾ ആദ്യമായിട്ട് വെച്ച് ഇത് നിയോഗം എന്ന് പറഞ്ഞാൽ എനിക്കാണെങ്കിൽ സംസാരിക്കാനുള്ള പ്രശ്നമൊന്നും മാറ്റി തന്നില്ലെങ്കിലും എനിക്ക് 4 ആളുടെ മുന്നിലൊന്ന് എന്താ പറയുക ഒരു ആത്മധൈര്യത്തോടെ എന്തൊരു സംസാരിക്കാനുള്ളൊരു കഴിവ് തരണമെന്നാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ 5 വയസ്സ് വരെ ഞാൻ സംസാരിക്കത്തില്ലായിരുന്നു. അങ്ങനെ 5 വയസ്സായപ്പോഴത്തേക്കും എന്നെ എന്താ പറയുക ഒരു മാതാവിൻ്റെ പള്ളിയിൽ കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയി പ്രാർത്ഥിച്ചപ്പോഴാണ് ഞാൻ സംസാരിക്കാനായിട്ട് തുടങ്ങിയത്. അങ്ങനെ ഞാനിവിടെ വന്ന് ഉടമ്പടിയൊക്കെ എടുത്ത് അങ്ങനെ ഈ സിസ്റ്ററിനോട് ഞാൻ പറഞ്ഞപ്പം സിസ്റ്റർ പറഞ്ഞ് ഇങ്ങനെ ഉടമ്പടി തൈലവും ഉപ്പും കൂടെ വെച്ച് നാക്കിൽ വെച്ച് എല്ലാ ദിവസവും ഈ വിശ്വാസപ്രമാണം ചൊല്ലിയാൽ മതി, എല്ലാം ഓക്കെ ആവുമെന്ന് പറഞ്ഞ്. അങ്ങനെ ആദ്യമൊന്നും എനിക്കങ്ങോട്ട് ഒരു വിശ്വാസം വന്നില്ല. അങ്ങനെ സിസ്റ്റർ പറഞ്ഞ പോലെ ഞാൻ എല്ലാ ദിവസവും അങ്ങനെ ചെയ്തു നോക്കി. അങ്ങനെ പ്രത്യേകിച്ച് മറ്റേ സിസ്റ്റർ പറഞ്ഞ ഒരു വാക്കാണ് എന്നിൽ ഏറ്റവും കൂടുതൽ ഒരു ധൈര്യം തന്നത്. കാര്യം ഈ വിക്കനായ മറ്റേ മോശയ്ക്ക് ദൈവം തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ വിക്ക് മാറ്റിത്തരുമെന്ന് സിസ്റ്ററിനോട് പറഞ്ഞ്. അങ്ങനെ ഞാനങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ വീട്ടിൽ പോയി എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്ത് അങ്ങനെ ഒരാഴ്ച ആയപ്പോഴത്തേക്കും ഞാനിങ്ങനെ രാത്രിയിൽ വീട്ടിൽ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ഞാൻ സ്വപ്നം കണ്ടു. എന്ന് പറഞ്ഞാൽ രാത്രിയിൽ ഞങ്ങളുടെ വീട്ടിൻ്റെ അകത്തൂടെ ഒരു പ്രകാശം ഇങ്ങനെ വന്നിട്ട് എൻ്റെ നാക്കിലിങ്ങനെ തൊടുന്നതായിട്ട് ഞാനിങ്ങനെ ഒരു സ്വപ്നം കണ്ട്. അങ്ങനെ എൻ്റെ വിക്ക് മാറിയെന്ന് ഞാനിങ്ങനെ എന്താ പറയുക ഇങ്ങനെ അലറി വിളിച്ചപ്പോഴത്തേക്കും വീട്ടുകാരെല്ലാം കൂടെ ഓടി വന്ന് അങ്ങനെ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി. അങ്ങനെ എന്താ പറയുക ഇതിന് മുന്നേ വരെ എന്നെ ഒരു 3-ാം ക്ലാസ് മുതൽ ഒരു 10-ാം ക്ലാസ് വരെ എന്നെ എല്ലാ കൂട്ടുകാരുമായിട്ട് കളിയാക്കുമായിരുന്നു. എന്നെ വിക്ക എന്തോന്നീ പൊട്ടനാന്നൊക്കെ പറഞ്ഞ് എന്നെ കുറേയായിട്ട് കളിയാക്കുമായിരുന്നു. അങ്ങനെ ആദ്യമൊക്കെ ഞാൻ കുറേയൊക്കെ ഞാൻ എന്താ പറയുക ഞാൻ കരഞ്ഞിട്ടുണ്ട്. അങ്ങനെ കരഞ്ഞ് സത്യം പറഞ്ഞാൽ കണ്ണീരെല്ലാം പറ്റിപ്പോയി. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ എന്നെ തന്നെ ഒരു വിശ്വാസമായിരുന്നു. കാര്യം ഇതെന്തെങ്കിലും മാറും, ഇത് മാതാവായിട്ട് മാറ്റിത്തരുന്നൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ അതിനുശേഷം ഞാനിപ്പം ഇങ്ങനെ ഇവിടെ വന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് മാതാവിൻ്റെ ഒരേ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് ഇവിടെ വന്ന് സംസാരിക്കുന്നത്. ഇപ്പം എൻ്റെ സംസാരിക്കാനുള്ള പ്രശ്നം പൂർണ്ണമായിട്ട് മാറിയില്ലെങ്കിൽ തന്നെ ഇങ്ങനെ 4 ആളുടെ മുന്നേ ഒന്നൊരു സംസാരിക്കാൻ ഒരു ആത്മധൈര്യവും ഒരു വിശ്വാസം എന്നത് മാതാവാണ്. അപ്പോൾ അതിനായിട്ട് മാതാവിന് 1000 നന്ദി പറയുന്നു. പിന്നെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഈ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനെന്ന് പറഞ്ഞാൽ നല്ലപോലെ ഞാൻ ഉഴപ്പായിരുന്നു. എന്ന് പറഞ്ഞാൽ ഞാനങ്ങനെ ക്ലാസ്സിൽ കയറത്തില്ല. എന്ന് പറഞ്ഞാൽ 27 മണിക്കൂറും കൂട്ടുകാരായിട്ട് കൂടി ഇങ്ങനെ എന്ന് പറഞ്ഞാൽ മറ്റുള്ള കാര്യമൊക്കെയൊന്നുമല്ല. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മരത്തിൻ്റെ മൂട്ടി പോയിരുന്ന കമൻ്റ് അടിക്കുക അങ്ങനെയുള്ള കൊച്ചു പരിപാടികളൊക്കെ ആയിരുന്നു. അങ്ങനെ ഫൈനൽ ഇയർ ആയപ്പോഴത്തേക്കും ക്ലാസ്സിലൊന്നും കയറാതായി. അങ്ങനെ വന്നപ്പോഴത്തേക്കും പരീക്ഷയുടെ സമയം ഇങ്ങനെ അടുത്ത് വരുമായിരുന്നു. പരീക്ഷ സമയം അടുത്ത് വന്നപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എല്ലാ കാര്യങ്ങളും അറിയാലേ. കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് 2nd സെമി സപ്ലി ഉണ്ട്, 4ാമത്തെ സെമി സപ്ലി ഉണ്ട്. അങ്ങനെ സപ്ലികളുടെ ഒരു കൂമ്പാരത്തിൽ പെട്ടേക്കുമായിരുന്നു ഞാൻ. അങ്ങനെ മാതാവോട് ഞാൻ പ്രാർത്ഥിച്ചപ്പം മാതാവ് പറഞ്ഞ് എല്ലാം ഓക്കെ ആകും, പ്രശ്നമൊന്നുമില്ല, പേടിക്കണമെന്ന് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഇരുന്ന് ആരോ ഒന്ന് പറയുന്ന പോലെ എന്താ പറയുക ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനങ്ങനെ ഒന്ന് മാതാവെടുത്ത് ഞാൻ ഉടമ്പടിയൊക്കെ എടുത്ത് ഞാനങ്ങനെ ഇവിടുത്തെ ഉടമ്പടി പത്രമൊക്കെ ഞാൻ മേടിച്ചുകൊണ്ട് പോയി. അങ്ങനെ പരീക്ഷ അടുക്കാറായ സമയത്ത് ഞാൻ എവിടെ നിന്നൊക്കെയോ കൂട്ടുകാരുടെ കയ്യിൽ നിന്ന് കുറേ നോട്ടൊക്കെ ഒപ്പിച്ചെടുത്ത് ഞാനിരുന്ന് പഠിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് പഠിക്കാനായിട്ട് പറ്റുന്നില്ല. എന്ന് പറഞ്ഞാൽ ഞാൻ ആ സമയത്ത് വായിക്കും, ആ സമയത്ത് തന്നെ മനസ്സിൽ നിൽക്കും, പിന്നെ അങ്ങ് മറന്നു പോകും. അങ്ങനെ ഞാനങ്ങനെ ഒരുപാട് വിഷമിച്ച് കരഞ്ഞ കാര്യം വീട്ടിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്. എന്ന് പറഞ്ഞാൽ മമ്മിക്കും പപ്പയ്ക്കൊന്നും അധികമായിട്ടൊന്നും വയ്യ. കാര്യം മമ്മിക്ക് മുട്ടുവേദന, പപ്പയ്ക്ക് നടുവേദനയൊക്കെ ഉണ്ടായിരുന്നു.
അങ്ങനെ എന്താ പറയുക, ഒരുപാടധികം പ്രശ്നങ്ങളിലൂടെ ഞങ്ങൾ പോയത്. കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സഹായിക്കാനായിട്ട് പോലും ഞങ്ങൾക്ക് ആരുമില്ലായിരുന്നു. എന്താ പറയുക, പപ്പയുടെ സഹോദരങ്ങൾ പോലും എന്താ പറയുക, ഞങ്ങൾ സഹായിക്കാനില്ലായിരുന്നു. അങ്ങനെ വന്നപ്പോഴത്തേക്കും അങ്ങനെ വീട്ടുകാർ പറഞ്ഞു, എടാ നീ മാതാവിനെ മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കും, നീ കൃപാസനത്തിൽ പോയി നീ ഉടമ്പടിയൊക്കെ എടുത്തിട്ടില്ലയോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ മാതാവിനോട് ഞാൻ കാശ് രൂപമൊക്കെ ഞാൻ പിടിച്ച് പ്രാർത്ഥിച്ചു, അമ്മ എന്നെ കൈവിടല്ലേ, എനിക്കാണെങ്കിൽ ഈ ലോകത്ത് ചോദിക്കാനായിട്ട് വേറെ ആരുമില്ല, എന്താ പറയുക, ഞങ്ങൾ സഹായിക്കാനായിട്ട് പോലും ഞങ്ങൾക്ക് ആരുമില്ലെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ കുറേ കഴിഞ്ഞപ്പം എന്താ പറയുക, രാത്രിയിൽ ഞാനങ്ങനെ എന്താ പറയുക, ഞാൻ കിടന്ന് കരഞ്ഞ ദിവസങ്ങൾ വരെ ഉണ്ടായിരുന്നു. അങ്ങനെ വന്നപ്പോഴത്തേക്കും പിറ്റേ ദിവസം ഞാൻ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ കൃപാസനത്തിൻ്റെ പത്രിക ഞാനാണെങ്കിൽ ബസ് സ്റ്റാൻഡിലും പിന്നെ ഈ സ്കൂളിൻ്റെ ഫ്രണ്ടിലൊക്കെ ഞാൻ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ കൃപാസന പത്രമൊക്കെ കൊണ്ട് കൊടുത്ത് പരീക്ഷയ്ക്ക് കയറി ഇരുന്ന സമയത്ത് പോലും എൻ്റെ മനസ്സ് പറഞ്ഞു, എടാ നിനക്ക് കിട്ടത്തില്ലടാ, നിനക്ക് വീണ്ടും സപ്ലൈ അടിക്കും. അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോഴത്തേക്കും എൻ്റെ കയ്യിൽ മറ്റേ ഈ കാശ് രൂപം ഉണ്ടായിരുന്നു. അങ്ങനെ കാശ് രൂപം ഞാൻ കയ്യെ പിടിച്ച് ഞാനിങ്ങനെ മാതാവിനോട് ഇങ്ങനെ നല്ലപോലെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങോട്ട് ക്വസ്റ്റ്യൻ കിട്ടിയത് ഓർമ്മയുണ്ട്. പിന്നെ എന്തോ സംഭവിച്ചെന്ന് അത് എനിക്ക് പോലും ഓർമ്മയില്ല. കാര്യം ഓരോ ക്വസ്റ്റ്യനും ഞാൻ 1.5 പേപ്പർ 2 പേപ്പർ 3 പേപ്പർ വെച്ചാണ് ഞാൻ അങ്ങോട്ട് എഴുതിയത്. കാര്യം എന്ന് പറഞ്ഞാൽ ആരോ ഒരാളിങ്ങനെ മനസ്സിരുന്ന് ഇന്ന ചോദ്യത്തിന് ഉത്തരം ഇതേപോലെ എഴുതിയാൽ നീ പാസ്സാവും, എന്തോ നിനക്ക് നല്ല മാർക്ക് കിട്ടുന്നൊക്കെ എൻ്റെ മനസ്സിങ്ങനെ ആരോ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ പരീക്ഷയൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഫൈനൽ ഇയറിൽ ഒരു പ്രോജക്റ്റ് ഉണ്ട്. അങ്ങനെ ഞാൻ അത്യാവശ്യം കുറച്ച് ക്ലാസ്സിലൊക്കെ കയറാൻ നടന്നുകൊണ്ട് തന്നെ എന്നെ ആരും ഒരു ഗ്രൂപ്പിലും കയറ്റിയില്ല. എന്ന് വെച്ചാൽ ഫസ്റ്റിലൊക്കെ എന്നെ ഒരു ഗ്രൂപ്പിൽ കയറ്റാമെന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് മറ്റേ ഈ ഗ്രൂപ്പിലുള്ള ആൾക്കാരുടെ പേര് കൊടുത്തപ്പോൾ അതിനകത്ത് എൻ്റെ പേര് അവർ കൊടുത്തില്ല. അങ്ങനെ ഒരുപാട് ഞാൻ വിഷമിച്ച്, മാതാവേ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണേ, എനിക്കാണെങ്കിൽ വലിയ മാർക്കൊന്നും വേണ്ട, മറ്റേ എല്ലാവരും പാസ്സാവുന്ന പോലെ ഒന്ന് പാസ്സാക്കി തന്നാൽ മതി ഞാൻ മാതോട് പ്രാർത്ഥിച്ച്. അങ്ങനെ ഞാനിങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരൻ ഇങ്ങോട്ടൊന്ന് ചോദിച്ച്, നമുക്കൊരു ഗ്രൂപ്പ് തുടങ്ങാം, നമ്മളിപ്പോൾ 5 പേരില്ലേ, 5 പേര് നമുക്കൊരു ഗ്രൂപ്പ് തുടങ്ങാം, നമുക്കെല്ലാം എല്ലാം കൊണ്ട് സെറ്റാക്കാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എല്ലാം സെറ്റായി. പക്ഷേ ആ സമയത്ത് എനിക്കൊരു വിശ്വാസം വന്നില്ല. കാര്യം ഒരാൾ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വന്ന് എന്നോട് ചോദിക്കുന്നത് നമുക്കൊരു ഗ്രൂപ്പിയോ കയറിയാലോ എന്ന്. കാര്യം അന്നേ വരെ എന്നെ അങ്ങനെ ആരും എന്താ പറയുക വലുതായിട്ടൊന്നും ഒരു എന്താ പറയുക, ഞാൻ പറയുന്ന ഒരു വാക്കിന് പോലും ഒരാൾ വില ലഭിച്ചിട്ടില്ല. കാര്യം എൻ്റെ സംസാരിക്കാനുള്ള പ്രശ്നം കൊണ്ട് തന്നെ ആയിരിക്കാം. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ പ്രോജക്റ്റെല്ലാം ഞങ്ങൾ അത്യാവശ്യം ഞങ്ങളെല്ലാം ഓക്കെ ആക്കി കൊണ്ടുവന്ന് അങ്ങനെ ലാസ്റ്റ് വൈവ ദിവസമായപ്പോഴത്തേക്കും ഞങ്ങൾക്കിത് എങ്ങനെ പ്രസൻറ്റ് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. അങ്ങനെ ആ സമയത്ത് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഇത്രയല്ലേ ഓക്കെ ആക്കി തന്നില്ലയോ, ബാക്കിയും കൂടെ ഞാൻ അങ്ങോട്ട് ഏൽപ്പിക്കുക, എല്ലാം ഒന്ന് സെറ്റാക്കി തരാൻ ഞാൻ പ്രാർത്ഥിച്ച്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് വൈവ എല്ലാം കഴിഞ്ഞ് അങ്ങനെ 2 മാസത്തിനുള്ളിൽ ഞങ്ങൾക്ക് 6ാമത്തെ സെമസ്റ്ററിൽ ഞങ്ങൾക്ക് റിസൾട്ട് വന്നു. ഞാൻ അത്രയും ദിവസം എഴുതിയ പരീക്ഷയുടെ ഫലമായിട്ട് എനിക്ക് 60% മാർക്കോട് കൂടി ഞാൻ അവസാനത്തെ വർഷം ഞാൻ വിജയിച്ച്. പിന്നെയെന്ന് പറഞ്ഞാൽ മറ്റേ പ്രോജക്റ്റിൻ്റെ വിഷയത്തിന് തന്നെ ഏകദേശം 95 മാർക്കോട് കൂടി ഞങ്ങൾ പാസ്സായെന്ന് പറഞ്ഞാൽ അത് ഞങ്ങളുടെ ക്ലാസ്സിൽ തന്നെ ഏറ്റവും വലിയ മാർക്കാണ് ഈ 95 മാർക്ക്. അപ്പോൾ അത്രയും വലിയൊരു അനുഗ്രഹം മാതാവ് എനിക്ക് തന്നിട്ടുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ മൂന്നാമത് വെച്ചെന്ന് പറഞ്ഞാൽ എൻ്റെ ചേച്ചിക്ക് വിദേശത്ത് ഒരു നേഴ്സായിട്ടൊരു ജോലി കിട്ടണമെന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച്. അങ്ങനെ പ്രാർത്ഥിച്ച് ഞാനങ്ങനെ ഓരോ പ്രാവശ്യം ഞാൻ ഉടമ്പടി പുതുക്കാനായിട്ട് ഞാൻ വരുമ്പോൾ മാതാവിനോട് പറയും, മാതാവേ എൻ്റെ ചേച്ചിയുടെ കാര്യമൊന്നും ആയില്ലല്ലേ, ഞാനിങ്ങനെ കുറേ നാളുകൊണ്ട് വരുന്നില്ലേ, അതോ ഇനി അത് നടക്കത്തില്ലയോ എന്നെല്ലാം ഞാൻ ഒരുപാട് എന്താ പറയുക ഞാൻ മുട്ടിമേൽ നിന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ പ്രാവശ്യം വന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞ് എന്താ പറയുക, അങ്ങനെ അവസാനം ഈ മെയ് മാസം ആയപ്പോഴത്തേക്ക് ചേച്ചിക്ക് ഇങ്ങനെ ദുബായിലേക്ക് നേഴ്സായിട്ട് പോകണമെന്ന് പറഞ്ഞ് ഒരു ചെറിയൊരു ആഗ്രഹം ഇങ്ങനെ മനസ്സിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞ്, എടി ഞാനിങ്ങനെ കൃപാസനത്തിൽ പോയി ഞാൻ അങ്ങനെ ഉടമ്പടി എഴുതിയിട്ട് ഇങ്ങനെ നിൻ്റെ കാര്യം ഞാൻ വെച്ചായിരുന്നു എന്നെല്ലാം ഞാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ചേച്ചി പറഞ്ഞ്, എനിക്കങ്ങനെ ഇങ്ങനെ മറ്റേ ഈ ഉടമ്പടി എടുത്ത് അങ്ങനെ പ്രാർത്ഥിക്കുന്നതൊന്നും വിശ്വാസമല്ല, പക്ഷേ മാതാവിൽ വിശ്വാസമാണ്. കാര്യം മാതാവിൻ്റെ കാരുണ്യം കൊണ്ടാണ് നമുക്ക് ഓരോ ദിവസം എന്താ പറഞ്ഞാൽ ഒരു വലിയ അനുഗ്രഹം കിട്ടിയില്ലെങ്കിലും ഒരു ചെറിയ അനുഗ്രഹം കിട്ടുന്നെങ്കിലും എന്നോട് പറഞ്ഞു. അങ്ങനെ മെയ് മാസം ആയപ്പോഴത്തേക്ക് ചേച്ചി ഒരു കോച്ചിങ് സെൻറ്ററിൽ പോയി അങ്ങനെ ആ സമയത്തെല്ലാം എന്നോട് പറയുന്ന,
ആടെ എക്സാമൊക്കെ ഭയങ്കര പാടാണ്. കാര്യം ക്വസ്റ്റ്യൻസൊക്കെ ഭയങ്കര അത് മാത്രമല്ല ഈ ഇംഗ്ലീഷിലൊക്കെ നല്ല ഇതൊക്കെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു, നീ ഒന്നുകൊണ്ട് പേടിക്കേണ്ട, മാതാവ് കൈവിടത്തില്ല. കാര്യം എനിക്ക് ഈ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടാമെങ്കിൽ നിനക്കത് കിട്ടാനായിട്ട് യാതൊരു പാടുമില്ലെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ചേച്ചി ആദ്യമേ ഡേറ്റ് എടുത്തപ്പോഴത്തേക്കും അതൊന്നും ശരിയായില്ല. അങ്ങനെ രണ്ടാമത് എടുത്തപ്പോഴത്തേക്കും അത് 5-ാം തീയതിയാണ് എടുത്തത്. അതായത് ഈ ജൂലൈ 5-നാണ് ചേച്ചി എടുത്തത്. അങ്ങനെ ജൂലൈ 5-ന് എടുത്ത് എക്സാം എഴുതാൻ പോയപ്പോഴും ചേച്ചി പറഞ്ഞ്, ഇല്ലടാ അത് കിട്ടത്തില്ല, ഭയങ്കര പാടായിരുന്നു, കിട്ടത്തില്ല, അങ്ങനെ ഓരോന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എടീ നീ മാതാവിൻ്റെ കാശ്രൂപം വെച്ച് നീ പ്രാർത്ഥിച്ചില്ല. ഞാൻ പറഞ്ഞു, എടാ പ്രാർത്ഥിച്ച് എന്താ പറയുക, പക്ഷേ എനിക്ക് എന്നെ തന്നെ വിശ്വാസമില്ല. കാര്യം ഞാൻ എഴുതുന്ന ഓരോ ക്വസ്റ്റ്യന് പോലും എനിക്ക് അറിയത്തില്ലായിരുന്നു പറഞ്ഞു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് അത് 7-ാം തീയതി ആയപ്പോഴത്തേക്കും അതിൻ്റെ റിസൾട്ട് വന്നപ്പോഴത്തേക്കും എന്ന് പറഞ്ഞാൽ ഒരു 12 ആയപ്പോഴാണ് റിസൾട്ട് വന്നത്. അത്രയും നേരം ചേച്ചി കരഞ്ഞ് പ്രാർത്ഥിച്ച്, ഞാനാണെങ്കിൽ മുട്ടിമേളിൽ നിന്ന് പ്രാർത്ഥിക്കുകയും ചെയ്താൽ. അന്നേരം ഞാൻ പറഞ്ഞു, എടി നിനക്ക് കിട്ടും, യാതൊരു കുഴപ്പമില്ല, കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ റിസൾട്ട് വന്നപ്പോൾ ചേച്ചിക്ക് നല്ല മാർക്കോടുകൂടി ചേച്ചിക്ക് പാസ്സാവാനായിട്ട് സാധിച്ചു. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഞാൻ 2022 ഓഗസ്റ്റ് 23-ാം തീയതി എടുത്ത്, അങ്ങനെ അടുത്ത ആഴ്ച ഓഗസ്റ്റ് 23-ാം തീയതി ചേച്ചി ദുബായിലോട്ട് പോവുക. അപ്പോൾ ഇത്രയും വലിയൊരു അനുഗ്രഹം മാതാവ് ഞങ്ങൾക്ക് തന്നതിനായിട്ട് 1000 നന്ദി പറയുന്നു. കാര്യം ഇത്രയും പോലും ഞങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷിച്ചിട്ടില്ല. പിന്നെ 4-ാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ, എൻ്റെ പപ്പയാണെങ്കിൽ കഴിഞ്ഞ 25 വർഷമായിട്ട് പ്രമേഹ രോഗിയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ അത് പാരമ്പര്യമായിട്ട് കിട്ടിയൊരു അസുഖമായിരുന്നത്. അങ്ങനെ വന്നപ്പോഴത്തേക്കും പപ്പയ്ക്ക് ഇടയ്ക്ക് വെച്ചിങ്ങനെ ഷുഗർ എന്താ പറയുക, ഒരു നോർമൽ അല്ലാത്തൊരു സ്റ്റേജിലായിരുന്നു. അങ്ങനെ ഞങ്ങളിവിടെ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ പോയി കാണിച്ചപ്പോൾ ഞങ്ങളോട് പറഞ്ഞത് 25 വർഷമായാലും ഇത് കിഡ്നിയെ ബാധിച്ച് കാണുമെന്ന് പറഞ്ഞു. പക്ഷേ ആ സമയത്തെല്ലാം ഞാൻ പറഞ്ഞ്, പപ്പയെ കുഴപ്പമൊന്നുമില്ല, കാര്യം കൃപാസനത്തിൽ പോയി ഞാൻ എല്ലാം പ്രാർത്ഥിച്ചിട്ടുണ്ട്, ബാക്കിയെല്ലാം മാതാവ് നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. പക്ഷേ ആ സമയത്ത് ഞാൻ എല്ലാ ദിവസവും എന്താ പറയുക, മറ്റേ ഈ ഉടമ്പടി പ്രാർത്ഥന ഒന്നും ഞാൻ മുടക്കിയിട്ടില്ല. ആ സമയത്ത് ഞാൻ കാശ് വെച്ച് പ്രാർത്ഥിച്ചു, മാതാവേ പപ്പയ്ക്കൊന്നും ഒരു കുഴപ്പം വരില്ല, കാര്യം ഇത്രയും വർഷം അവർ കഷ്ടപ്പെട്ടിട്ട് എന്താ പറയുക, ഒരു അവസാന നിമിഷം അവർക്ക് കഷ്ടപ്പാടൊന്നും കൊടുക്കലേ ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ച്. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഈ പരിശോധന ഫലം വന്നപ്പോൾ പപ്പയുടെ കിഡ്നിയിൽ 2 ചെറിയ സ്റ്റോൺ മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ അത്രയും വലിയ പ്രശ്നം ഉണ്ടാവുമെന്ന് പ്രാർത്ഥിച്ച ഞങ്ങൾക്ക് മാതാവ് എന്താ പറയുക, ഒരു ചെറിയൊരു കിഡ്നി സ്റ്റോണിലൂടെ അതൊന്ന് ഒതുക്കി തന്നതിനായിട്ട് ഒരുപാട് നന്ദി പറയുന്നു. അത് മാത്രമല്ല, ഇപ്പോൾ അവസാനത്തെ ആ ഒരു ബോട്ടിൽ മരുന്ന് അതിപ്പോഴും പൊട്ടിക്കാതെ വീട്ടിൽ ഇരിപ്പുണ്ട്. അപ്പോൾ മാതാവിനോട് 1000 നന്ദി പറയുന്നു. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ, എൻ്റെ അമ്മയ്ക്കാണെങ്കിൽ ഇങ്ങനെ ബാത്റൂമിൽ പോകുമ്പോൾ എന്താ പറയുക, ഇങ്ങനെ പഴുപ്പും ചോരയായിട്ടാണ് പോകുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ മമ്മിക്ക് ഇങ്ങനെ ഫൈൽസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഞങ്ങളുടെ വീട്ടിനടുത്തുള്ള ഒരാൾക്കും ഇതേപോലെ വന്നപ്പം ഇപ്പം പുള്ളിക്ക് ക്യാൻസറാണ്. അപ്പോൾ ഞങ്ങൾ ഒരുപാട് പേടിച്ചു പോയി. അങ്ങനെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ മാതാവ് കാണിച്ചു തന്നു, ഇങ്ങനെ ഉടമ്പടി തൈലവും ഉപ്പൊക്കെ ഉപയോഗിച്ച് അധികം മാറുമെന്ന് പറഞ്ഞു. അങ്ങനെ മമ്മി കഴിക്കുന്ന ആഹാരത്തിലൊക്കെ ഇങ്ങനെ കൃപാസനത്തിൻ്റെ ഈ ഉപ്പൊക്കെ ഉപയോഗിച്ച് തുടങ്ങി. അങ്ങനെ ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ മമ്മിക്ക് ആ പ്രശ്നം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിന് 1000 നന്ദി കരയറ്റുന്നു. അപ്പോൾ സത്യത്തിൽ ഇത്രയും തന്നെ ഇപ്പോൾ ഇവിടെ നിന്ന് പറയാൻ പോലും എനിക്ക് കഴിയുമെന്ന് ഞാൻ വിചാരിച്ചില്ല. കാര്യം എൻ്റെ ഈ സംസാരികളുടെ പ്രശ്നം കാരണം. അപ്പോൾ ഇത്രയും അനുഗ്രഹങ്ങളിൽ നിന്ന് ഞങ്ങളെ സഹായിച്ച മാതാവിന് 1000 നന്ദി പറയുന്നു. കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ